അറിയാമല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് നടന്ന കാര്യങ്ങൾ. കാരണം എന്താണെന്ന് അറിയാമോ? എന്നെയും നിന്നെയും ദൈവം സ്നേഹിക്കുന്നു. എന്നെയും നിന്നെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ മക്കളാകാനായിട്ടാണ് അവിടുന്ന് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അവിടുത്തെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ, അവിടുത്തെ പദ്ധതി അനുസരിച്ചിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നു. അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കും. ഇനി നമ്മൾ വ്യത്യസ്തമായൊരു പാപാവസ്ഥയിലോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്തൊരു വഴിയിലൂടെയാണോ നമ്മൾ നടക്കുന്നത്, ദൈവ പദ്ധതിക്ക് വിരുദ്ധമായൊരു വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അത് അവിടുത്തെ സ്നേഹമാണ്. കാരണം അവിടുത്തെ പദ്ധതി മറ്റൊന്നാണ്, നമുക്ക് നന്മ കൊണ്ടുവരുന്ന പദ്ധതി മറ്റൊന്നാണ്. ആ